നമ്മുടെ ആൾക്കാരോ? കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് റൂം 12. ഓക്കേ. നിനക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് കേട്ടിട്ടൂടെ? പോവാം. അല്ല രജിസ്ട്രേഷൻ ഉണ്ട്. ഇന്റർവ്യൂ എന്തായി? പല്ലവി, നീ ഡാൻസ് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞ ഫോട്ടോ അയച്ചു തന്നതല്ലായിരുന്നല്ലോ? അത് ഇന്നലെ ഉച്ചയ്ക്ക് പെട്ടെന്നാണ് മാറ്റിയത്. മറ്റേത് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു ആർക്കും. പിന്നെ ഇത് മതിയെന്ന് സന്ദീപ് സാറും പറഞ്ഞു. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാ ചോദിച്ചത്. അതോ സന്ദീപ് സാർ മാത്രം അറിഞ്ഞു മതി? വിട്ടുപോയി ഗോവിന്ദ്, നീ അത് വലിയ ഇഷ്യൂ ആക്കാതെ. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു പറ. മഹാത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല. എന്താ? ഗോവിന്ദ്, നീ ദേഷ്യം പിടിക്കുന്നത് ഇന്റർവ്യൂ പാസ്സാവാത്തോണ്ടാണോ അതോ ഞാൻ ഈ ഡ്രസ് ഇട്ടുകൊണ്ടാണോ? ഡാൻസ് ഇഷ്ടപ്പെട്ടോ? Winners of the group dance competition. First prize goes to chess number 4. Second prize, chess number 3. And third prize goes to chess number 1, 2. ഞാൻ പറയാം. ഞങ്ങൾ ഓർത്തേയില്ല. ചെല്ലു, ഞാൻ പോയിക്കോളാം. അന്നത്തെ നിശയും ആ വെണ്ണിലാവിൽ തിളങ്ങുന്ന മരനിരകളും മാറിയില്ലെങ്കിലും ഇനി ഒരിക്കലും നമ്മൾ അന്നത്തെ ആ പ്രണയിതാക്കളല്ല. എത്രമേൽ മാറി നാം. മലയാളം റെസിറ്റേഷൻ ഫസ്റ്റ് പ്രൈസ് പല്ലവി രവീന്ദ്രൻ. കാണണ്ടേ? ഇതാർക്കാ? കൊള്ളാമോ ഇല്ലയോ അത് പറ. എത്ര കണ്ടല്ലോ. ഇത് പാക്ക് ചെയ്തു. ശരി സർ. പൈലറ്റ് ട്രെയിനി ഒരു 65 ലിറ്റർ വൈൽഡ് ക്രാഫ്റ്റും ഒക്കെ ആയിട്ട് ക്യാമ്പസിൽ ചെന്ന് കയറിയ അതിന്റെ ഗമ അവളുടെ അച്ഛനാ. ഫ്രൈഡേ 2:30 മുംബൈ ഫ്ലൈറ്റ്. അപ്പൊ പറക്കാൻ പോവാണ്. ഇനി ഭൂമിയിലുള്ളവരൊക്കെ ഓർക്കും എന്തോ. എന്തായാലും നീന്ന് പറഞ്ഞ പോലെ പാട്ടും ഡാൻസൊക്കെ ഗോവിന്ദ ടഫ് സിലബസ് ആണ്. ആർക്കറിയാം, മുംബൈയില് നൈറ്റ് പാർട്ടീസും ഡാൻസ് ക്ലബും ഒക്കെ ആയിരിക്കും. അവിടെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഹോസ്റ്റലൊക്കെ ഒരു ക്യാമ്പസിലായിരിക്കുമല്ലേ? അറിയില്ല ഗോവിന്ദ്. Aren't you happy for me? ഡെഫിനറ്റ്ലി. നമ്മളിൽ ഒരാൾക്കെങ്കിലും നല്ല ഫ്യൂച്ചർ ഉണ്ടാകാൻ പോവല്ലേ. ഐ എം വെരി ഹാപ്പി. ഞാൻ വിളിക്കാം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആദ്യത്തെ 2 സർവീസ് ഫ്രീ എന്ന് നിങ്ങളാ പറഞ്ഞത്. എന്നിട്ട് ഒരു കാര്യം മറ്റേ സ്വഭാവം കാണിക്കരുത്. ചെറിയൊരു എമൗണ്ട് ഏത് സർവീസിനും വരില്ലേ? ചെറിയൊരു എമൗണ്ട്. ചെറിയൊരു എമൗണ്ടോ? 3000 രൂപ ചെറിയൊരു എമൗണ്ട് ആണോ? ആണോ? ഓക്കെ പറ. എക്സ്ക്യൂസ് മീ, ഈ ഗോവിന്ദ് സാർ അവിടെ കസ്റ്റമറോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. അവിടെ ഒന്നുകിൽ നിങ്ങൾ സമാധാനം പറ, അല്ലെങ്കിൽ മാനേജറെ വിളിക്കും. സർ ഒരു മിനിറ്റ്. മാനേജർ ഇപ്പോൾ വരും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ആ ഓക്കെ. മാനേജർ വരട്ടെ. ഇവിടെ ഇപ്പോൾ 2 മാസമായോ? ആകുന്നു. ക്യാമ്പസ് സെലക്ഷൻ ഇല്ല. ആ സമയത്ത് എനിക്ക് സുഖമില്ലാണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഈ മൈഗ്രെയിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓ, റിയാദിലൊരു കസിൻ വഴി ഒരു ബെറ്റർ ജോബിന് ട്രൈ ചെയ്യുന്നുണ്ട്. ഗുഡ്. സി, ഞാനിപ്പോൾ വന്നത് എന്തിനാന്ന് ഗോവിന്ദന് അറിയാമല്ലോ അല്ലേ? നിങ്ങൾ 2 പേരും യങ്ങാണ്. ഗോവിന്ദന് ഒരു ബെറ്റർ ജോബ് കിട്ടുമോ എന്നുള്ളതൊന്നും എൻ്റെ ടെൻഷനേ അല്ല.
അതൊക്കെ ചിന്തിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. അതുവരെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇൻഡിവിജ്വൽ സ്പേസ് കൊടുത്താൽ രണ്ടുപേരുടെയും ഗ്രോത്തിനെ അത് ഒരുപാട് പോസിറ്റീവാക്കും. പ്രത്യേകിച്ചും പല്ലവിയെ പോലെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ളൊരു കുട്ടിയാവുമ്പോൾ. ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് എടുക്കണ്ട. അങ്കിളിപ്പോൾ എന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. ഞാനുള്ളപ്പോൾ ഞാൻ തന്നെ വേണ്ട ഇത് പറയാൻ. കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ്. താങ്ക് യു ഫോർ ദ ടൈം. അവളുടെ ചിരി ഇല്ലാതാകുന്നത് എനിക്ക് ഇഷ്ടമല്ല. வணக்கம். இன்னைக்கு சென்னையில் இன்னொரு ஜூம்பா அகாடமி ஆரம்பிக்குது. அண்ட் கெஸ் ஹூ இஸ் பிஹைண்ட் இட்? ஹலோ சார். ஹாய். ഹായ്. இப்போ நிறைய மக்கள் മറ്റന്നാ എത്ര മണിക്കാന്നാ പറഞ്ഞേ? 2:30 ഫ്ലൈറ്റ്. എന്ന് പറയുമ്പോൾ ഒരു 10 മണിക്കെങ്കിലും ഇറങ്ങണ്ടേ? We already have one in Mumbai and one in Delhi. And I've named it Zumba Dance Clinic. കൊള്ളാലോ ചെക്കൻ. ആളാരാന്നറിയോ? Cloud9 എയർലൈൻസ് ഇല്ലേ, അതിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റാ വിശാൽ രാജശേഖരൻ. എന്നിട്ടാണോ ഈ ഡാൻസും പഠിപ്പിച്ച് നടക്കുന്നത്? ഹരവട്ടനാ. പുള്ളിക്കില്ലാത്ത ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കോഫി ഷോപ്പും ഡാൻസ് സ്കൂളും ഒക്കെ. ഇതിപ്പോ ചെന്നൈയിലെ പുതിയ ഡാൻസ് സ്കൂളിന്റെ ഓപ്പണിംഗാ. Not just working 24 hours a day. I have been ചുള്ളനല്ലേ? and I want others to do that. തെറ്റു പറയാൻ പറ്റില്ല. So, ഫണ്ണുക്കാகவும் ഫിറ്റ്നസ്ക്കാகவும் നിങ്ങൾ എല്ലാം ഒന്ന് ജോയിൻ பண்ணுங்க. എന്നാലും നീ പ്ലെയിൻ പറപ്പിക്കാൻ പോവാന്ന് എനിക്കങ്ങോട്ട് ഇപ്പോഴും നിന്നെ കുറിച്ച് ഓർക്കുമ്പോ പിന്നെ കൂടി പിന്നിട്ട് 5 ദിവസമുള്ള പാവാടക്കാരിയല്ലേ, വെറുതെ ഡ്രാമയാക്കാതെ കേട്ടെ. ദാ, ഒരേ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായി കണ്ടു പഠിക്കും. മറ്റന്നാൾ നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അച്ഛനെവിടെ ആക്കി ഞങ്ങളപ്പോൾ തന്നെ അങ്ങ് പോവും. അബിക്ക് ഓഫീസിൽ ഇൻസ്പെക്ഷൻ ഉണ്ട്. എനിക്ക് എന്നാ ചെക്കപ്പ്. അച്ഛൻ ഒറ്റയ്ക്കായി പോവും. അതോർക്കുമ്പോഴാ. വെള്ളിയാഴ്ച കുറച്ച് നേരത്തെ ഇറങ്ങണം, നല്ല ട്രാഫിക് കാണും. അത് വെള്ളിയാഴ്ചത്തെ കാര്യമല്ലേ? ഇപ്പൊ എന്താ പ്രശ്നം?